ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അഴൽ നിവേദ്യം. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അഴൽ നിവേദ്യം. ഭഗവതി അമ്മ ഭദ്രകാളി സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. മേൽപ്പര ഇല്ലാത്ത ഭഗവതിയാണ്. മഴയും വെയിലും എല്ലാം കൊള്ളുന്ന ഒരു സങ്കല്പത്തിലാണ്. ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ അശോകമരവും പ്ലാവും ഉണ്ട്. ഭഗവതിക്ക് രാവിലെ 3 മണിയോടുകൂടി നട തുറക്കുകയും അഭിഷേകാദികൾ കഴിഞ്ഞാൽ മലർ നിവേദ്യം, അതിനുശേഷം 6 മണിയോടുകൂടി ഒരു ത്രിമധുര നിവേദ്യം, പിന്നെ രാത്രിയാണ് ഭഗവതിക്കുള്ള അവിൽ നിവേദ്യം ഉള്ളത്. ഇവിടുത്തെ ഭഗവതിക്ക് വെച്ച് നിവേദ്യം ഇല്ല, അരി വെച്ചിട്ടുള്ള നിവേദ്യം ഇല്ല. മാസത്തിൽ ഒരു ദിവസം തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ പൂജ ഉണ്ട്, അന്ന് മാത്രമേ വെച്ച് നിവേദ്യം ഉള്ളൂ. വെള്ള നിവേദ്യവും നെയ്പായസവും. ഭഗവതിക്ക് വൈകുന്നേരത്തെ അവിൽ നിവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാമൃതം ഉണ്ട് കേട്ടോ. രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട അടച്ചതിന് ശേഷം, തൃപ്പുക കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ഭഗവതിക്ക് അഴൽ നിവേദ്യമാണ്. വെള്ളരി നിവേദിക്കണു. വെള്ളരി അരിയും നാളികേരം നിവേദിച്ച് കഴിഞ്ഞാൽ പിന്നെ അഴൽ, അതായത് നമ്മുടെ വാഴയുടെ അണ, അതിൽ ശീല ചുറ്റി എണ്ണയിൽ മുക്കി നെയ്യ് കൊണ്ട് ഉപസ്തരിച്ച് അത് ഭഗവതിക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം. അതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം ഭഗവതി അഗ്നിയായി സ്വീകരിച്ച് നമുക്ക് സുഖം പ്രദാനം ചെയ്യണം. അതാണ് ഈ അഴൽ നിവേദ്യത്തിൻ്റെ പ്രത്യേകത. നമുക്ക് എന്ത് തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ ഈ വിളപ്പുറത്തായ ഭഗവതി ഭദ്രകാളിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഭഗവതി അത് കേൾക്കും. നിങ്ങൾ ഭഗവതിക്ക് അഴൽ നിവേദ്യം ഒരു 41 ദിവസം ചീട്ടാക്കുക, പ്രാർത്ഥിക്കുക. ഭക്തി ആ ഭഗവതിയുടെ വാതിൽമാടത്തിലിരുന്നിട്ട് കുറച്ച് നേരം ഭഗവതിക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട സൂക്തം ഭഗവതിയുടെ ചൊല്ലുക. അവിടെ ഇരുന്ന് അത് ചൊല്ലിക്കഴിഞ്ഞാൽ, കണ്ണടച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നിൽ ആ ഭഗവതിയുടെ രൂപം തെളിയും. 41 ദിവസം അഴൽ ചീട്ടാക്കി കഴിഞ്ഞാൽ അത് കഴിയുന്നതോടുകൂടി നമുക്കുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തീർന്ന് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് ഈ ഭഗവതി നടത്തി തരും. പല ആൾക്കാർക്കും ദൃഷ്ടാന്തമായതാണ് ഈ സംഗതി. ഈ പറയുന്ന എനിക്കും ഇതേമാതിരി ഒരു ആപൽഘട്ടത്തിലെ ഈ ഭഗവതിയാണ് എല്ലാം നേരെയാക്കി തന്നത്. ഗുരുവായൂരപ്പനോടും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പനും നേരെയാക്കി തന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ വരിക, ഭഗവതിയുടെ ദർശനം നടത്തുക, ഭഗവതിയുടെ വാതിൽമാടത്തിലിരുന്ന് കുറച്ച് ഭഗവതിയുടെ സൂക്തങ്ങൾ ചൊല്ലുക. അത് ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ ഭഗവതിയുടെ സാന്നിധ്യം നമുക്കറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു സൂചന ആ ഭഗവതി നമുക്ക് തരും. അത്രയും ശക്തിയുള്ള ഒരു ഭഗവതിയാണ്. 41 ദിവസം നിങ്ങൾ അഴൽ ചീട്ടാക്കിക്കോളൂ. പ്രധാനപ്പെട്ട വഴിപാടാണ്. എല്ലാം ഭഗവതി നേരെയാക്കി തരും. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം. അമ്മേ ദേവി ശരണം.